ഞങ്ങളൊറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ച് ആ ഉത്തരവാദിത്വം ദൗത്യം ഏറ്റെടുക്കും എന്ന വിശ്വാസത്തിൽ കൃത്യമായ ഈ ചാർജ് സംഘടിപ്പിച്ച ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രഖ്യാപിച്ച അന്നു മുതൽ ഞങ്ങൾക്ക് നൽകുന്ന മാധ്യമ പിന്തുണയ്ക്കും. നമസ്കാരം. പിണറായി കോട്ട ഇടിച്ചു നിരത്താൻ KPCC സജ്ജമായിരിക്കുകയാണ്. ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചുമതലയേറ്റിരിക്കുന്നു. മാത്രമല്ല പുതിയ മുഖങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങളുമായിട്ട്, അതായത് ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ 100-ലധികം സീറ്റുകൾ നേടും എന്ന പ്രഖ്യാപനത്തോടെയാണ് വൻ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട AICC പ്രസിഡന്റ് എന്റെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയോടുള്ള എന്റെ ഏറ്റവും സ്നേഹവും കടപ്പാടും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം രാഹുൽ ഗാന്ധി എന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ പരമോന്നത സഭയായ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അംഗമായി ഈ എളിയവരായ എന്നെ നിയമിച്ച നേതൃത്വത്തോട് ഏറെ നന്ദി അറിയിക്കുന്നു. വരാൻ പോകുന്ന നാളുകൾ വിശ്രമരഹിതമായ പ്രവർത്തനത്തിന്റെ നാളുകളാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിന് അരഞ്ഞു വരുത്താൻ ഈ മാസങ്ങളിൽ ബാക്കിയുള്ളൂ. അതോടൊപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അഴിമതി നിറഞ്ഞ ഫാസിസ്റ്റ് സർക്കാരിനെയും താഴെ ഇറക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മളിലാണ് എന്ന ബോധത്തോടെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നമുക്ക് പ്രവർത്തിക്കാം. ഇന്ന് പുതുതായി ചുമതലയെടുക്കുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്റെ സ്വന്തം സഹോദരനാണ്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എനിക്ക് കൈത്താങ്ങായി ചെറിയ കുട്ടിപ്രായത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ നാട്ടിൽ വക്കീലായി വന്ന ഉടനെ അന്ന് മുതൽ എന്നോടൊപ്പം എന്റെ കൈ പിടിച്ച് എനിക്ക് വേണ്ടി പിന്തുണയും എനിക്ക് വേണ്ടി സപ്പോർട്ടും തന്ന ഒരു സണ്ണി ഈ പുതിയ പദവിയിലേക്ക് വരുന്നത് ഞാൻ അഭിമാനത്തോടെ നോക്കിക്കാണുകയാണ്. ഈ രാഷ്ട്രീയത്തിൽ വളർച്ച സണ്ണി ജോസഫ് അത് നേടിയെടുത്തത് ഞാൻ അഭിമാനിക്കുന്നു. ഈ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം അഭിമാനിക്കുന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് പുതുതായി ചുമതല ഏറ്റെടുക്കുന്ന സണ്ണി ജോസഫിനെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. മികച്ച ഒരു ടീം കേരളത്തിലെ കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ ഇളത്തിന്റെ രക്തം ഒരു ടീം നൽകിയിട്ടുണ്ട്. അവർ ഈ കണ്ണൂർ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അത്യുജ്വലമായ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന ഒരു പുതിയ യുദ്ധസമാനമായ ഒരു ടീമായി മാറണമെന്ന് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാ രംഗത്തും നിങ്ങളോടൊപ്പം ഞാനുണ്ട്, നാളെയും ഞാനുണ്ട്. എന്നും നിങ്ങളോടൊപ്പം ജീവനോടെയുള്ള കാലത്തോളം കോൺഗ്രസ് കൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടെന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിങ്ങളോട് ഈ ഒരു പ്രചോദിക്കാൻ ഒരു അവസരം കിട്ടിയത് ഞാനൊരു വലിയ ഭാഗ്യമായി കാണുകയാണ്. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും ആശംസകൾ, എല്ലാവർക്കും ഭാഗ്യം. ഇവിടെ നേരത്തെ പറഞ്ഞ CMG കണ്ണന്റെ കുടുംബത്തിന് KPCC 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കട്ടെ. വളരെ പാവപ്പെട്ട കുടുംബമാണ്, പട്ടിണിയാണ് കുടുംബം, രോഗികളും പട്ടിണിക്കാരുമാണ് കുടുംബം മുഴുവൻ. കണ്ണന്റെ കുടുംബത്തെ സഹായിക്കേണ്ടുന്ന ബാധ്യത നമുക്കാണ്, കോൺഗ്രസിനാണ്. അത് നിങ്ങളും എല്ലാ ആളുകളും ഏറ്റെടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ആദരണീയനായ KPCC അധ്യക്ഷൻ K. സുധാകരൻ MP അവരിൽ നിന്നും നിയുക്ത KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ് അവர்கள் ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങിന് നമ്മളെല്ലാവരും ഏറ്റവും ആദരവോടെ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ബഹുമാനരായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിയുടെയും സാന്നിധ്യത്തിൽ, പ്രതിപക്ഷ നേതാവിന്റെയും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ആദരണീയനായ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ് അവர்கள் ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. Thank you.
ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP അവർകളാണ്. യോഗത്തെ ഉദ്ഘാടനം ചെയ്ത് ഈ സമ്മേളനത്തിന്റെ പ്രിയങ്കരനും ബഹുമാന്യനുമായ അധ്യക്ഷൻ എന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ K. സുധാകരൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ ജില്ലയും പിന്നീട് കേരള സംസ്ഥാനവും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന് നൽകിയിട്ടുള്ള കരുത്തുറ്റ സംഭാവനയായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ MM ഹസൻ, ശ്രീ K. മുരളീധരൻ, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ചുമതലയേൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം UDF-ന്റെ പുതിയ കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ ശ്രീ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള വർക്കിംഗ് പ്രസിഡന്റുമാർ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ശ്രീമതി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരെ, KC ജോസഫ് ഉൾപ്പെടെയുള്ള ജ്യേഷ്ഠ സഹോദരന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളുടെ ഈ ടീമിന് കേരളത്തിലെ കോൺഗ്രസിനെ കൂട്ടായി നയിക്കാൻ നിയോഗിച്ച ആ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, ഇവിടെ വരുന്നവർക്കും വരാൻ കഴിയാതെ ഞങ്ങളെ വിളിച്ച് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പിന്തുണയും അറിയിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാം. രാവിലെ 9:30 മണിക്ക് വന്ന് ഈ ഹാള് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. ഒരുപാട് പേർക്ക് ഇങ്ങോട്ട് കയറി വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. AC വർക്ക് ചെയ്യുന്നുള്ള ധാരണയില് വാതിലുകളും ജനലുകളും അടച്ചു. പക്ഷെ നേരെ AC നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, നല്ല ചൂടുണ്ട്. എങ്കിൽ പോലും എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഈ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന്റെ കൂട്ടായ്മയിൽ അണിചേരുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഇവിടെ ശ്രീ ഷാഫി പറഞ്ഞതുപോലെ AK ആന്റണി KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന, മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ഒരു വിദ്യാർത്ഥിയായിരുന്ന AK ആന്റണി പുളിക്കലിലെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം പയ്യാവൂരാണ്. ഞാൻ വീട്ടിൽ പോയി, 2 മൈൽ ദൂരെയാണ് എന്റെ വീട്ടിൽ പോയി. അന്നത്തെ എന്റെ ഷർട്ട് മുണ്ടു ആ നോരിയിൽ അലക്കി പിറ്റേ ദിവസം രാവിലെ തേച്ച് രാവിലെ 10 മണിക്ക് പയ്യാവൂരിലേക്ക് നടന്നെത്തി അനൗൺസ്മെന്റിന്റെ വണ്ടിയിൽ ഞാൻ വീണ്ടും കയറി നോക്കിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധാരണ കാർഷിക മേഖലയിൽ നിന്ന് നേരത്തെ KC എന്നോട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോ AK ആന്റണിയും പറഞ്ഞു, മലയോരത്ത് നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നു. എന്നെ ഈ കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ അംഗീകരിച്ച, എന്നെ നിയമിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോടും കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുക. വിദ്യാഭ്യാസ കാലത്തൊക്കെ പ്രയാസങ്ങളുണ്ടായിരുന്നു, കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. എന്റെ ചാച്ചനും അമ്മച്ചയും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അവരെ ഞാൻ നന്ദിയോടെ, കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ച എന്റെ മാതാപിതാക്കളെ നന്ദിയോടെ ഓർമ്മിക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയ മുതിർന്ന സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ കാലത്തും എനിക്ക് എന്റെ അധ്യാപകർ നല്ല പ്രോത്സാഹനവും നല്ല ശിക്ഷണവും നൽകിയിട്ടുണ്ട്. അധ്യാപകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള കടമയും നന്ദിയും അറിയിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ നേതൃനിരയെ പ്രഖ്യാപിച്ചത് പൂർണ്ണമല്ല, ഇനിയും ഇതിനെ പൂർണ്ണമാക്കേണ്ടതുണ്ട്. മുതിർന്നവർ കൂടുന്നതാണ് ഈ നേതൃനിര. ഇന്ന് രാവിലെ എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, വർക്കിംഗ് പ്രസിഡന്റന്മാർ എന്താ അതിന്റെ ഉദ്ദേശം? ഞാൻ പറഞ്ഞു, വർക്കിംഗ് പ്രസിഡന്റുമാര് മാത്രമല്ല, അവര് ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അതിവരെ 3 പേരെ ഉദ്ദേശിച്ചാണ്. വർക്കിംഗ് പ്രസിഡന്റന്മാർ, ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ്, സധൈര്യം പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും. അതുപോലെ ഒന്നുകൂടി ആ ഹാർഡ് വർക്ക് കപ്പിൾഡ് വിത്ത് ടീം വർക്ക്, കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായിരിക്കും നമുക്ക് കേരളത്തിൽ ആവശ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം. ഇന്ന് C. കേശവന്റെ പ്രസിദ്ധമായ കോലഞ്ചേരി പ്രസംഗത്തിന്റെ 90-ാം വാർഷികമാണ്.
അദ്ദേഹം എന്തിനു വേണ്ടിയാണ്? ദളിത് പിന്നോക്ക സമുദായങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടിയാണ്, അംഗീകാരത്തിന് വേണ്ടിയാണ് അദ്ദേഹം 90 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചത് എങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മജിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ദൗത്യമാണ്. ആ ദൗത്യവുമായി നമുക്ക് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ബുദ്ധ പൂർണ്ണമി ദിവസമാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ രാവിലെ നേരത്തെ ഇവിടെ പറഞ്ഞു, ഞങ്ങള് ലീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ പോയി, ഉമ്മൻചാണ്ടി സാറിന്റെ ശവകുടീരത്തിൽ പോയി, അതുപോലെ ആർ ശങ്കർ സാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി, അതുപോലെ തന്നെ ഭദ്രാജം വക്കീലിന്റെ വീട്ടിൽ പോയി കണ്ട അനുഗ്രഹം തേടി. ഞാൻ ഇന്ന് രാവിലെ കണ്ണൂരിൽ നമ്മളുടെ പ്രസിദ്ധനായ സാംസ്കാരിക നായകനും ചെറുകഥാകൃത്തുമായ ടി പത്മനാഭൻ പപ്പേട്ടനെ വിളിച്ചിട്ട് ഞാനൊരു അനുഗ്രഹം ചോദിച്ചു വാങ്ങി. പപ്പേട്ട പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചായിരുന്നു, പലവട്ടം വിളിച്ചിട്ട് കിട്ടിയില്ല, ഏതായാലും നന്നായി എന്ന് പറഞ്ഞു. ഞാൻ പപ്പേട്ടനെ വിളിക്കാൻ കാരണം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ കോൺഗ്രസ്സുകാരിൽ 95 വയസ്സ് കഴിഞ്ഞ പപ്പേട്ടൻ സാംസ്കാരിക സാഹിത്യ രംഗത്ത് അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ 2-3 പരാമർശനങ്ങൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ മനസ്സിൽ തറച്ചതാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് പപ്പേട്ടന്റെ ഒരു ജന്മദിനത്തിൽ പപ്പേട്ടനെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന് ഷാൾ അണിയിച്ചു. കോടിയേരി അണിയിച്ച ഷാളിന്റെ കളർ എനിക്കറിയില്ല. പക്ഷെ പപ്പേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എന്റെ ദേഹത്ത് അണിയിക്കേണ്ടത് ഈ ഷാളല്ല, എന്റെ ദേഹത്തെ അണിയിക്കേണ്ടത് ത്രിവർണത്തിന്റെ ഷാളായിരിക്കണം എന്ന് ടി പത്മനാഭൻ പറഞ്ഞത് എന്റെ മനസ്സിൽ ഞാൻ കുറിച്ചു. കഴിഞ്ഞ വർഷം പപ്പേട്ടന്റെ 95ാം ജന്മദിനമായി. ആ ജന്മദിനം ആഘോഷിച്ചു, വിപുലമായ പരിപാടിയോട് ആഘോഷിച്ചു. ഒരു ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഗോവ ഗവർണർ, എന്റെ സഹപാഠിയും സുഹൃത്തുമായ PS ശ്രീധരൻപിള്ളയാണ്. അത് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സദസ്സിന് പപ്പേട്ടൻ വന്നപ്പോൾ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഒരു തമാശ പറഞ്ഞു, പപ്പേട്ടൻ പഴയ കോൺഗ്രസ് ആണല്ലേ എന്ന്. അപ്പോൾ ടി പത്മനാഭൻ പറഞ്ഞ മറുപടി, ഞാൻ പഴയ കോൺഗ്രസ് മാത്രമല്ല, ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്നാണ് ടി പത്മനാഭൻ പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കിയില്ല. പത്രങ്ങളില് ഞാൻ വായിച്ചു, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഏതായാലും അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഇത് പറഞ്ഞു കൊടുത്തില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ടി പത്മനാഭനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയും ഈ കുസൃതി ചോദ്യം ടി പത്മനാഭനോട് ചോദിച്ചു, പപ്പേട്ടൻ പഴയ കോൺഗ്രസ് ആയിരുന്നില്ലേ എന്ന്. അപ്പോൾ ശ്രീധരൻപിള്ളയ്ക്ക് പറഞ്ഞ അതേ മറുപടി, ഞാൻ പഴയ കോൺഗ്രസ് അല്ല, ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്ന് ടി പത്മനാഭൻ പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിതിവിടെ പറഞ്ഞോട്ടെ? അപ്പോൾ പറയാം, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന കോൺഗ്രസുകാരിൽ ഒരാളാണ് പ്രസിദ്ധ എഴുത്തുകാരൻ ടി പത്മനാഭൻ അഭിമാനത്തോടെ പറയുമ്പോൾ കോൺഗ്രസിന്റെ മൂല്യമാണ്. അവിടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് കോൺഗ്രസ് ആണ്. ജനാധിപത്യം നാടിന് നൽകിയത് കോൺഗ്രസ് ആണ്. മതേതരത്വത്തിന് വേണ്ടി രാഷ്ട്രത്തിന്റെ പിതാവിന്റെ ജീവൻ ബലി കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. ആ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഇന്ദിരാ പ്രിയദർശിനിയുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി രാജീവ് ഗാന്ധിയുടെ ജീവൻ നമുക്ക് നഷ്ടമായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് രാഷ്ട്രത്തിന്റെ ശില്പി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയെ നിർമ്മിച്ചത്. ഐക്യത്തിന്റെ കണ്ണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഐക്യം തകർക്കാൻ വേണ്ടി ഇന്ന് ശ്രമിക്കുന്ന ശക്തികൾ നമുക്ക് മനസ്സിലാക്കാം. ബ്രിട്ടീഷ് ഭരണത്തിൽ എതിരായി ഉയർന്നു വന്ന ദേശീയ പ്രസ്ഥാനത്തെ നേരിടാൻ കഴിയാതെ ബ്രിട്ടീഷുകാരെ സ്വീകരിച്ച തന്ത്രം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതായിരുന്നു ബ്രിട്ടീഷുകാര് അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിനെതിരായി സ്വീകരിച്ച തന്ത്രമെങ്കിൽ ഇന്ന് കേന്ദ്രത്തിൽ BJP, ഇന്ത്യയിൽ അതേ കുതന്ത്രം സ്വീകരിക്കുന്നു. അവർ ശ്രമിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കാനാണ്. അതിനെ എതിർക്കാൻ ആർക്ക് സാധിക്കും? അതിനെ തടയാൻ കോൺഗ്രസിന് മാത്രമേ സാധ്യമാകൂ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമോ? മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് നമ്മൾ കേരളത്തിൽ കേട്ട മുദ്രാവാക്യം എന്താണ്? ബംഗാൾ, കേരളം, ത്രിപുര. ബംഗാൾ, കേരളം, ത്രിപുര, ആ 3 സംസ്ഥാനങ്ങൾ അതിലൂന്നി ഞങ്ങൾ ചെങ്കോട്ടയിലും ചെങ്കൊടി പാലിക്കും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെങ്കിൽ ഇന്ന് ബംഗാളിൽ അവരുണ്ടോ? ത്രിപുരയിൽ അവരുണ്ടോ? കേരളത്തിലും പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ സ്ഥിതി എന്താണ്? സത്യത്തിൽ എന്റെ മറ്റൊരു സഹപാഠി AK ബാലൻ അവസാനം പറയേണ്ടി വന്നില്ലേ, ഇങ്ങനെ പോയാൽ നമ്മുടെ ചിഹ്നം
ഈനാം പേച്ചിയും അരപ്പട്ടിയായിരിക്കും എന്ന് മാർക്സിസ്റ്റ് യോഗത്തിൽ AK ബാലന് തന്നെ പറയേണ്ടി വന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടി എവിടെയില്ല. ഇന്ത്യ രാജ്യത്ത് അവർക്കുണ്ടാക്കാൻ സാധിക്കുന്ന മൂന്നാം മുന്നണി ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു, കോൺഗ്രസിനും BJPക്കും ബദലായിട്ട് മൂന്നാം മുന്നണിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് ആ മൂന്നാം മുന്നണി ഉണ്ടോ? ജനതാദൾ എവിടെയുണ്ട്? ദേവഗൌഡ എവിടെയുണ്ട്? തെലുങ്ക് ദേശം എവിടെയുണ്ട്? ചന്ദ്രബാബു നായിഡു എവിടെയുണ്ട്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കോൺഗ്രസിനെ അല്ലാതെ നേതൃത്വത്തിൽ BJPക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ മതേതര മുന്നണിയുടെ ഭാഗത്ത് നിൽക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറെ ആരെ കിട്ടും? അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ മതേതര ഇന്ത്യയെ നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകൂ. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിച്ച അപൂർവപൂർവമായ സ്വീകരണവും അംഗീകാരവും ഞാൻ തെറ്റിച്ചു പോകുന്നില്ല. കേരളത്തിലെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അഴിമതി മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് വരുന്ന ഞങ്ങൾക്കറിയാം, ശ്രീ കെ സുധാകരനും KC വേണുഗോപാലിനും KC ജോസഫിനും നന്നായിട്ട് അറിയാം, കണ്ണൂരിൽ ഇപ്പോഴും അക്രമ രാഷ്ട്രീയം അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് കോൺഗ്രസ് പതാക നശിപ്പിച്ചു, അതുപോലെ രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിലുണ്ടാക്കിയ സ്തൂപം നശിപ്പിച്ചു. ആ സ്തൂപം നശിപ്പിച്ചതിനെതിരായിട്ട് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചപ്പോൾ പരസ്യമായിട്ട് പോലീസിന്റെ മുൻപിൽ വെച്ച് ആ പ്രതിഷേധ യോഗത്തെ പോലും ആക്രമിക്കാൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവരിന്ന് കേരളം ഭരിക്കുമ്പോൾ അവർ തയ്യാറായി. തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിൽ അടികൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്, മാർക്സിസ്റ്റുകാരുടെ അടികൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്ഥലം മാറ്റി അവർക്കാണ് താക്കീത് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഴിമതിയുടെ കാര്യം പറയണം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന അതീവ ഗൗരവമേറിയ അഴിമതി ആരോപണത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഉത്തരവില്ല. ആ കാര്യത്തിൽ ഉത്തരം പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26 ഷാഫി ഇവിടെ പറഞ്ഞതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും വിജയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. 2001 തെന്നല ബാലകൃഷ്ണ സാറാണ് ആ ദൗത്യം ഏറ്റെടുത്തത് എങ്കിൽ ഇപ്പോൾ ആ ദൗത്യം ഞങ്ങൾ ഏൽപ്പിച്ച നേതൃത്വത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ച് ആ ഉത്തരവാദിത്വം ദൗത്യം ഏറ്റെടുക്കും എന്ന വിശ്വാസത്തിൽ കൃത്യമായ ഈ ചാർജ് ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രഖ്യാപിച്ച അന്ന് മുതൽ ഞങ്ങൾക്ക് നൽകുന്ന മാധ്യമ പിന്തുണയ്ക്കും നല്ലവരായ ജനമനസ്സിന്റെ അംഗീകാരത്തിലും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.